എങ്ങനെയെങ്കിലും ഈ മാരണം ഒന്ന് തലയിൽ നിന്നൊഴിഞ്ഞാൽ മതി. ദേവേട്ട, നാശം പിടിച്ചവൾ, കണി കാണാൻ പോലും കൊള്ളില്ല. മീര പറഞ്ഞു തുള്ളുകയാണ്. എടോ, ആദ്യം ആ ചെറുക്കന് വന്നു കണ്ടിട്ട് പോട്ടെന്നേ, എന്നിട്ട് തീരുമാനിക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. താൻ ഇങ്ങനെ ബഹളം കൂട്ടിയത് കൊണ്ട് എന്താ പ്രയോജനം മീര? ദേവൻ മയത്തിൽ തന്നെ ആണ് ഭാര്യയോട് സംസാരിക്കുന്നത്. ആരും വന്ന് കണ്ടില്ലല്ലോ അവളെ. ഇനി അവർ പറഞ്ഞു പറ്റിക്കുന്നതാണോ ദേവേട്ട? അവളെ ഒന്ന് കെട്ടിയെടുക്കാൻ എന്തെങ്കിലും ഒരുത്തൻ വന്നാൽ മതിയായിരുന്നു. മീരക്ക് പിന്നെയും പിന്നെയും ദേഷ്യം കയറി. ചെറുക്കനും അമ്മയും കൂടി വരും എന്നാണ് അറിയിച്ചത്. മോളെ കണ്ടു ഇഷ്ടമാകേണ്ടേ? ജാതകം നോക്കണം. എല്ലാം ഒത്തുവന്നതിന് ശേഷം ബാക്കി തീരുമാനിക്കാം. മീര ആലോചനയോട് കൂടി സോപാനിൽ ഇരുന്നു. ചെക്കൻ്റെ അമ്മായി വന്ന ആലോചന ആണ് എന്നാലും ദേവേട്ടൻ തന്നോട് പറഞ്ഞത്. ദേവേട്ട അവളോട് അപ്പനെയും അമ്മയും കുറിച്ച് ചോദിച്ചപ്പോൾ ഏട്ടൻ എന്താ ചെക്കൻകുട്ടരോട് പറഞ്ഞത്? അത് പിന്നെ എൻ്റെ വകയിൽ ഒരു പെങ്ങളുടെ മകളാണെന്നും അവൾ അന്യജാതിയിൽപ്പെട്ട പുരുഷനോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവൻ അവളുടെ മാനം അത്ര കവർന്നെടുക്കുകയാണ് ചെയ്തതെന്നും ആരാരും ഇല്ലാത്ത ഗർഭിണിയായ അവൾക്ക് അഭയം കൊടുത്തത് നമ്മുടെ അമ്മയാണെന്നും പ്രസവത്തോടെ അവൾ മരിച്ചപ്പോൾ നമ്മൾ അവളുടെ മകളെ ഏറ്റെടുത്ത് എന്നൊക്കെയാണ് പറഞ്ഞത്. അവർക്കാർക്കും കുഴപ്പം ഇല്ലടോ. അവർക്ക് സ്വന്തിയായൊരു പെണ്ണ് മതി. ഒപ്പം നൃത്തവും സംഗീതവും ഒക്കെ അറിയാമെങ്കിൽ അവർക്ക് കൂടുതൽ സന്തോഷം. പ്രേമോളും ഇടുക്കിയാണല്ലോ കാണാൻ. അതിലായിരുന്നു അവർ വീണുപോയത്. ദേവൻ പറഞ്ഞു നിർത്തി. ഓ, ഒരു സുന്ദരിക്കോത. അവൾക്ക് എന്താണ് മനുഷ്യം ഇത്രമാത്രം സുന്ദരത്വം ഉള്ളത്? അല്ലേലും നിങ്ങൾക്ക് സ്വന്തം മക്കളെക്കാട്ടിലും സ്നേഹം അവളോടാണല്ലോ. മീര ചൊടിച്ചു. ആര്യക്കും ഹേമക്കും സ്നേഹിക്കാൻ അവരുടെ ഭർത്താക്കന്മാരുണ്ട്. അച്ഛമ്മമാരായ നമ്മൾ ഉണ്ട്. പക്ഷെ പ്രിയമോൾക്ക് ആരോടാ ഉള്ളത്? പാവം ആ കുട്ടി വെറും ഒരു അനാഥജനം അല്ലേ? ദേവന്റെ ശബ്ദം ഇടറിയുന്നു. ഹോ, പിന്നെ ഇത്രയും കാലം നോക്കി വളർത്തിയതും പോരാ, ആരും ഇല്ലാഞ്ഞിട്ട് ആണോ അവളിങ്ങനെ നടക്കുന്നത്? മീര ദേഷ്യത്തിൽ ഭർത്താവിനെ നോക്കി. വളർത്തിയതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ദേവൻ ഓർത്തു. അല്ല ദേവട്ട, ഈ പട്ടാമ്പിയിലെങ്കും പെണ്ണില്ലാഞ്ഞിട്ടാണോ ഇവർ ഈ ട്രിവാൻഡ്രം വന്ന് പെണ്ണാലോചിച്ചത്? അതാ എനിക്ക് മനസ്സിലാക്കാത്തത്. മീര പിന്നെയും പറഞ്ഞു. താനും അതും ഓർക്കാതിരുന്നില്ല. പക്ഷെ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം, അതാണിപ്പോൾ മറ്റെന്തിനേക്കാട്ടിലും വലുത്. അതിൽ വേറൊന്നും ഓർത്ത് ചിന്തിച്ചു കൂട്ടുന്നില്ല. ദേവൻ കൈകൾ കൂട്ടി പിണച്ചു. പ്രേമോൾ അമ്പലത്തിൽ നൃത്തം പഠിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്. അരുന്ധതി വർമ്മ എന്തോ വഴിപാട് നടത്താൻ വന്നതാണ് അവർ. കഴക്കാരൻ രാമുണ്ണിയോടാണ് അവൾ പ്രേമോളെക്കുറിച്ച് തിരക്കിയത്. അങ്ങനെ അത് ഇവിടെ വരെ എത്തിച്ചു. അതിപ്പോൾ മീരയോട് പറഞ്ഞാൽ അവൾക്ക് വീണ്ടും കലി കയറും. ദേവനും മീരക്കും 2 പെൺമക്കളാണ്, ആര്യയും ഹേമയും. 2 പേരും ചെറുപ്പത്തിലെ വിവാഹിതർ. ദേവന്റെ അമ്മ ഭാരതമ്മ മരിക്കും മുമ്പ് ഏൽപ്പിച്ചതാണ് കൃഷ്ണപ്രിയ. അവൻ്റെ കയ്യിൽ 17 വർഷമായി അവൾ ദേവന്റെ വീട്ടിൽ എത്തിയിട്ട്. അവൾക്ക് 5 വയസ്സുള്ളപ്പോഴാണ് എത്തിയത് ഇവിടെ. അന്നു മുതൽ പ്രിയ അനുഭവിക്കുന്നതാണ് ഈ നരകയാതന. നന്നായി പഠിക്കുമായിരുന്നു. പക്ഷേ BA വരെ പഠിക്കാൻ വിട്ടുള്ളൂ. കാരണം അവളുടെ മക്കൾ +2 വരെ പോയുള്ളൂ. അവർ അത്രയ്ക്ക് പഠിക്കാൻ മിടുക്കുകൾ ഒന്നും അല്ലായിരുന്നു. ജസ്റ്റ് പാസ്സായി, അത്ര തന്നെ. നൃത്തം പഠിപ്പിക്കാൻ പോയതാണ് പ്രിയ. ചെറുപ്പം മുതലേ അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. പഠിപ്പിക്കാൻ പോകാനായി മീര അനുവാദം കൊടുത്തത് തന്നെ കാശു കിട്ടും എന്ന് പറഞ്ഞാണ്. വീടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോൾ കാണാം പടാമരമ്പത്തുകൂടെ നടന്നു വരുന്ന കൃഷ്ണപ്രിയയെ. നോക്കത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളാണ്. കൊയ്ത്തടുക്കാറായിരിക്കുന്നു. സ്വർണ്ണവർണ്ണമാർന്ന് കിടക്കുന്ന നെൽത്തരുകൾ കാണാൻ എന്തൊരു ചേലാണ്. പടിപ്പുര കടന്നു വരുന്ന പ്രിയയെ കണ്ട നന്ദിനിക്കിടാവ് ഒന്ന് ഞെട്ടിമൂളി. വരുന്നടി പെണ്ണെ, ഈ ഡ്രസ്സൊന്ന് മാറട്ടെ കേട്ടോ. ഇതും പറഞ്ഞവൾ ചായപ്പിലേക്ക് പോയി. വേഷന്മാർ അടുക്കളയിൽ വന്നപ്പോൾ കണ്ടു എന്നത്തെയും പോലെ കൊമിഞ്ഞു കൂടി കിടക്കുന്ന ചില പാത്രങ്ങൾ. ഒരു കട്ടൻ ചായയും കുടിച്ച് വേഗത്തിൽ പാത്രങ്ങളെല്ലാം അവൾ കഴുകി വൃത്തിയാക്കി. നന്ദിനിക്കും അമ്മക്കും വൈക്കോൽ ഇട്ടുകൊടുത്തിട്ട് അവർക്കുള്ള കഞ്ഞിവെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് വീണ്ടും ഓടിയവൾ. എടി, നീ എന്താടി ഡാൻസ് കളിച്ചോണ്ട് ആണോ നടക്കുന്നത്? ആ തുണിയെല്ലാം കൂടി ഒന്ന് എടുത്ത് അലമാരയിൽ നാളെയെക്കുറിച്ച് വിരുന്നുകാറുണ്ട്. ഇതും പറഞ്ഞ് മീര നടന്നു നീങ്ങി. ആരാണോ അപ്പോൾ വിരുന്നുകാരെന്ന് ഓർത്തവൾ തുണിയും വാരിക്കെട്ടി കുളിക്കടവിലേക്ക് നടന്നു. അലക്കും കുളിയും കഴിഞ്ഞ് വന്നപ്പോൾ മീര സന്ധ്യാനാമം ചൊല്ലുന്നുണ്ടായിരുന്നു. വൈകിട്ടത്തേക്കുള്ള കഞ്ഞിയും ചമ്മന്തിയും പഴത്തോരനും പപ്പടവും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പാവം പ്രിയയുടെ നടൊടിഞ്ഞു. ചെറിയച്ഛൻ ആണല്ലോ വിളിക്കുന്നത്. അവൾ പോയി വാതിൽ തുറന്നപ്പോൾ ദേവൻ മുൻപിൽ നിൽക്കുന്നു. അയാൾ പതിയെ അകത്തേക്ക് കയറി. അച്ഛനെയും അമ്മയും കണ്ടിട്ട് പോലും ഇല്ലാത്ത എൻ്റെ കുട്ടി എന്തെല്ലാം അനുഭവിച്ചു. ഒരു യുഗം മുഴുവൻ സങ്കപ്പെടാൻ ഉള്ളത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും എൻ്റെ കുട്ടിക്ക്. പ്രിയമോളെ, അയാൾ വാത്സല്യത്തോടെ വിളിച്ചു. എൻ്റെ കുട്ടിയുടെ കഷ്ടപ്പാടൊക്കെ മാറും കേട്ടോ. നാളെ പട്ടാമ്പിൽ നിന്നും ഒരു കൂട്ടർ വരുന്നുണ്ട് മോളെ കാണാൻ. പയ്യനെന്തോ ബിസിനസ്സാണ്. നല്ല ആളുകൾ ആണെന്ന് രാമനുണ്ണി പറഞ്ഞു. അയാളുടെ മോളെ കണ്ടിട്ട് അന്വേഷിച്ചറിഞ്ഞത് അവർ. നാളെ എൻ്റെ കുട്ടി മിടുക്കിയായിട്ട് നിൽക്ക് കേട്ടോ. മോൾക്ക് വിധിച്ചത് ഇതാവും എന്നാണ് ചെറിയച്ഛൻ മനസ്സ് പറയുന്നത്. അധികം മുറക്കളക്കണ്ട. ഇതും പറഞ്ഞ് അയാൾ മുറിയിലേക്ക് പുറത്തിറങ്ങി. പ്രിയ ഇഷ്ടമാണെന്ന് ഒരുപാട് ആൺകുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾക്ക് ആരോടും പ്രണയം എന്ന വികാരം തോന്നിയിട്ടില്ല. അതിനുള്ള അന്തരീക്ഷവും അവൾക്കില്ലായിരുന്നു. ഒരിക്കൽ തെക്കേടത്തെ കേശവ മുതലാളിയുടെ കൊച്ചുമകൻ രാഹുൽ അമ്പലമുറ്റത്ത് വെച്ച് തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും അന്ന് തൻ്റെ കരണത്തിൽ മീര ചെറിയമ്മയുടെ കൈ ആഞ്ഞു പതിച്ചതും അവൾ ഓർത്തു. കരിവാളയും കൺമഷിയും മയിൽപ്പീരയും ചമ്പക്കപ്പൂവും പട്ടുപാവടയും ഒക്കെ ആയിരുന്നു തനിക്ക് പ്രണയം. ഓരോന്നാലോചിച്ച് എപ്പോൾ ഉറങ്ങിയതെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. രാവിലെ എണീറ്റവൾ അടുക്കളയിലേക്ക് പ്രവേശിച്ചു. അതേപോലെ തന്നെ പണികളിൽ ഏർപ്പെട്ടു. ഇന്ന് അവളെ പെണ്ണു കാണാൻ വരും എന്ന് പോലും അവൾ മറന്നു. ഉച്ചയായപ്പോൾ രാമനുണ്ണിയും കൂടെ സുന്ദരിയായ സ്ത്രീയും കൂടെ 2 പേരും കൂടി മുറ്റത്തേക്ക് വന്നു.
വരുന്നത് അടുക്കള ചായ. പിന്നെ ഇടവശത്ത് വാതിലിൽ കൂടെ പ്രിയ നോക്കി. കണ്ടവർ എല്ലാവരും കൂടി മുറ്റത്തേക്ക് വന്നതും ചെറിയച്ഛനും ചെറിയമ്മയും ഇറങ്ങി ചെല്ലുന്നുണ്ട്. അവരെ എല്ലാവരെയും സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുന്നത് മീരയാണ്. ഞാൻ അരുന്ധതി, ഇത് എൻ്റെ ഏട്ടനും ഭാര്യയുമാണ് കേട്ടോ. അവർ പരിചയപ്പെടുത്തിയതും ദേവൻ അവരെ നോക്കി കൈക്കുപ്പി. മുറ്റത്തേക്ക് വണ്ടിയൊന്നും വരില്ലാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? ദേവൻ ചോദിച്ചു. അതൊന്നും സാരമില്ല. കുട്ടിയെ വിളിക്കുമ്പോൾ ഇങ്ങോട്ട്, ഞങ്ങൾക്കാണെങ്കിൽ വേറെ കുറച്ച് പ്രോഗ്രാംസ് കൂടി ഉണ്ട്. അരുന്ധതി ചോദിച്ചു. പ്രിയം കൂട്ടിയുള്ള മീരയുടെ വരവ് കണ്ടാൽ ആരും പറയില്ല മീര ഭയങ്കരയായിരുന്നെന്ന്. അത്ര നല്ല അഭിനയമാണ് അവൾ കാഴ്ചവെച്ചത്. പ്രിയമോളെ, ഇതാണ് അമ്മ കേട്ടോ. ദേവൻ പറഞ്ഞപ്പോൾ കൃഷ്ണപ്രിയ വരെ നോക്കി പുഞ്ചിരിച്ചു. ഒറ്റ നോട്ടത്തിൽ സിനിമാ നടി ശ്രീവിദ്യയെ പോലെ ആണ് അവർക്ക് തോന്നിയത്. മജന്ത നിറമുള്ള ഒരു പട്ടുസാരിയാണ് ഉടുത്തിരിക്കുന്നത്. വലിയ ഒരു പട്ടപ്പൊട്ട് നെറ്റിയിൽ തൊട്ടിരിക്കുന്നത്. നെറുകിൽ നിറയെ സിന്ദൂരമുണ്ട്. തുറന്ന നീണ്ട മുടി അഴിഞ്ഞാണ് കിടക്കുന്നത്. എന്തൊരു പ്രൗഢിയാണ് ഈ അമ്മയ്ക്ക് എന്ന് പ്രിയ ഓർത്തു. അരുന്ധതിയും പ്രിയയെ നോക്കി കാണുകയായിരുന്നു. കാശ്മീരി ആപ്പിൾ പോലൊരു പെൺകുട്ടി. അവളുടെ വിടർന്ന കണ്ണുകളും മുല്ലമുട്ടും പോലുള്ള പല്ലുകളും നീണ്ട നാസികകളും അമരത്തുണ്ടും ഒക്കെ കാണുകയാണ് അരുന്ധതി. പ്രിയയുടെ താടിൽ ഒരു ചോടി ഇല്ലാത്ത അരുന്ധതി ഓർത്തു. അതാണ് അവളുടെ അഴക്. തൻ്റെ മകൻ്റെ പെണ്ണാണിവൾ എന്ന് നിമിഷം അരുന്ധതി ഉറപ്പിച്ചു. മോളെ, എൻ്റെ മകൻ വന്നില്ല കേട്ടോ. ബിസിനസ് ആവശ്യത്തിനായി അവൾ ഹൈദരാബാദ് വരെ പോയിരിക്കുക. അവൻ വന്നിട്ട് ഞങ്ങൾ ഒന്നുകൂടെ വരാം മോളെ കാണാനായി. അവർ പറഞ്ഞതും പ്രിയ തലകുലുക്കി. ഏട്ടനും ഏട്ടത്തിക്കും കൂടി പിടിച്ചോ? അരുന്ധതി ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് അവരുടെ സഹോദരനായ കൃഷ്ണദാസ് ആയിരുന്നു. എന്ത് ചോദ്യം അരുന്ധതി? മോളെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചത് നിരഞ്ജൻ്റെ പെണ്ണാണെന്ന്. മഹാലക്ഷ്മിയല്ലേ നമ്മുടെ മോള്? നിരഞ്ജന നന്നായി ഇണങ്ങും കുട്ടിയെ. നിരഞ്ജൻ എന്ന പേര് പ്രിയയുടെ മനസ്സിൽ പതിഞ്ഞു. മോൻ്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ ചേച്ചി? മീര ചോദിച്ചപ്പോൾ ആദ്യമായി പ്രിയക്ക് അവരുടെ ബഹുമാനം തോന്നി. കാരണം അവൾ അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മോനെ എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ ഇങ്ങോട്ടൊക്കെ അയക്കാം കേട്ടോ. നേരിട്ട് നിങ്ങൾക്ക് കാണുകയും ഒത്തലയാഴ്ച തന്നെ അവൻ ഇങ്ങോട്ട് വരുത്തും. അരുന്ധതി മറുപടി കൊടുത്തു. നിരഞ്ജന് പക്ഷേ അവൻ്റെ അച്ഛൻ്റെ ചായയാണ് കേട്ടോ, അമ്മയെ പോലെ അല്ല. കൃഷ്ണപ്രസാദ് പറയുന്നത് കേട്ട് അരുന്ധതി ഒന്ന് ചിരിച്ചു. എന്തായാലും അവനോട് വരാൻ ഞാൻ പറയാം. രണ്ടുപേർക്കും പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ആവാം. അരുന്ധതി വീണ്ടും പറഞ്ഞു. ദേവനും ഭാര്യ മീരയും കൂടി അതെല്ലാം സമ്മതിച്ചു. പ്രിയയുടെ അരികിൽ വന്നുകൊണ്ട് അരുന്ധതിയും കൂടെ വന്നിരുന്ന സ്ത്രീയും കൂടി ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. വളരെ പതുങ്ങിയ രീതിയിലുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ അരുന്ധതിക്ക് അവളെ പിന്നെയും ഏറെ ഇഷ്ടമായി. കുറച്ചു സമയം കൂടി സംസാരിച്ചിട്ട് അവർ പോകാൻ തയ്യാറായി. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ, രാമനുണ്ണിയോട് വിവരങ്ങളൊക്കെ അറിയിച്ചു കൊള്ളാം. ഓ ശരി, എല്ലാം അങ്ങനെ ആവട്ടെ, ദേവൻ വളരെ എളിമയിൽ പറഞ്ഞു. വൈകാതെ തന്നെ അവർ യാത്ര പറഞ്ഞിറങ്ങി പോകുകയും ചെയ്തു. മീരയുടെ ഫോൺ ശബ്ദിച്ചു. ആരെയാണ് മറുതലക്കൽ? ചെക്കൻ വന്നിരുന്നില്ലടി മോളെ, ചെറുക്കൻ്റെ അമ്മ വന്നത്. അവരെ കാണാൻ സിനിമാ നടിയെ പോലെയുണ്ട്. സുന്ദരി തള്ളയാടി, ഫോട്ടോയും കൊണ്ടുവന്നില്ലടി. ഫോണിലൊന്നും കാണിച്ചില്ല. ചെറുക്കൻ അടുത്ത ദിവസം തന്നെ വരും. അങ്ങനെയാണ് പറഞ്ഞത്. മക്കൾ എന്തിയുടെ? എങ്കിൽ വെച്ചോ, പിന്നെ വിളിക്കാം. ഇതും പറഞ്ഞ് അവർ ഫോൺ വെച്ചു. സ്വന്തം മക്കളെക്കാട്ടിലും പൊങ്ങി ഇവൾ നിൽക്കുമോ എന്ന പേടിയും മീരക്കുണ്ടായിരുന്നു. പ്രിയ അപ്പോൾ നന്ദിനിക്കിടാവൻ വൈക്കോലിട്ട് കൊടുക്കുവാണ്. ഓ, അമ്മയെ കാണാൻ എന്താ ഭംഗി. അപ്പോൾ പിന്നെ മകനോ? പക്ഷേ ആ മകൻ അച്ഛൻ്റെ മുഖമാണെന്നാണ് കൂടെ വന്നവൾ പറഞ്ഞത്. ഇനി ഈ അമ്മയുടെ സൗന്ദര്യം കണ്ടെങ്ങാനും കെട്ടിക്കൊണ്ടു പോയതാണോ? ഓരോന്ന് ആലോചിച്ച് നിന്നപ്പോൾ കേട്ടു മീരയുടെ വിളി. ഓ, അവർ വന്നു പോയപ്പോഴേക്കും ഈ സ്വപ്നം കാണുന്നോടെ അസത്തെ. ഇനി ഈ വിറകൊക്കെ പൊട്ടിക്കാൻ നിന്നോട് പ്രത്യേകം പറയണോട്. ചെറിയമ്മ ചീത്തി വിളക്കാൻ തുടങ്ങിയതും പ്രിയ പെട്ടെന്ന് തന്നെ വിറകെല്ലാം എടുത്തുകൊണ്ടുപോയി അടുക്കളയുടെ ചായപ്പിൽ വെച്ചു. എന്നിട്ട് ബാക്കി ഇരുന്ന പാത്രങ്ങളും മറ്റും കഴുകാനായി എടുത്ത് പുറത്തേക്ക് നടന്നു. വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. ഇന്ന് ശാരോത്തെ ദിവ്യചേച്ചിയുടെ ഒക്കെ കുടുംബ വഴിപാടായി ദീപാരാധന ഉണ്ട്. അവിടുത്തെ കുട്ടിയെ നൃത്തം പഠിപ്പിക്കുന്നത് കൊണ്ട് ഇന്ന് അമ്പലത്തിലേക്ക് പ്രത്യേകം ക്ഷണിച്ചതായിരുന്നു. പേടിച്ചാണ് പ്രിയാണെങ്കിൽ മീരയുടെ അനുവാദം ചോദിച്ചത്. പക്ഷെ പീന സമ്മതിച്ചില്ല. എന്നും ഡാൻസും കുത്തുമായിട്ട് പോകുന്നുണ്ട്. ഭഗവാനെ കാണുന്നുണ്ട് താനും. അതൊക്കെ മതി തൽക്കാലം. ഇനി പ്രത്യേകം പോകുകയൊന്നും വേണ്ട. മീര ചൊടിച്ചു. മറുത്തക്ഷരം പോലും പറയാതെ കൊണ്ട് പ്രയാഗത്തേക്ക് കയറി പോവുകയും ചെയ്തു. വൈകിട്ട് രാമണ്ണേട്ടൻ ഉമ്മറത്ത് വന്ന് ചെറിയച്ഛനെ ഉറക്കെ വിളിക്കുന്നത് പ്രിയ കേട്ടു. ദേവൻ ഇറങ്ങി ചെന്നപ്പോൾ രാമണ്ണ കിണ്ടിയിൽ നിന്നും വെള്ളമെടുത്തു കാൽ കഴുകിക്കണ്ട് കോലായിലേക്ക് കയറി. ദേവ, അരുന്ധതി ചേച്ചി ഇപ്പോൾ വിളിച്ചിരുന്നു. അവരുടെ മകൻ വരാൻ കുറച്ച് താമസം എടുക്കും. അതുകൊണ്ട് മീരയും ദേവനും പിന്നെ അത്യാവശ്യം ചിലരും കൂടി അങ്ങോട്ട് എത്രയും പെട്ടെന്ന് എത്താൻ പറഞ്ഞവർ. ചെറുക്കനെ കാണാതെ എങ്ങനെയാ മാമ? ദേവൻ വിഷമത്തോടെ ചോദിച്ചു. അതൊന്നും നോക്കണ്ട ഏട്ടാ, ഇത് അത്രയിടം വരെ പോകുന്ന മുടക്കല്ലേ ഉള്ളൂ. നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം. ഇപ്പോൾ ചെറുക്കൻ്റെ ഫോട്ടോ കണ്ടിട്ടാൽ ബാക്കി എല്ലാവരുമായിട്ട് ഒന്നുകൂടി പോകാം, മീര പറഞ്ഞു. അവൾക്ക് എങ്ങനെയെങ്കിലും പ്രിയ ഇവിടുന്ന് പോയാൽ മാത്രം മതിയായിരുന്നു. രാമനുണ്ണിയും കൂടി അത് ശരിവെച്ചതോടുകൂടി ദേവനും പോകാനായി സമ്മതിച്ചു. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവർ പട്ടാമ്പിക്ക് വരാം എന്നറിയിക്കുവാനായി രാമനുണ്ണിക്ക് നിർദ്ദേശം കൊടുത്തു.